സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കും. ബിസിനസ് സെൻട്രിക്കിൽ കേരളം എത്രാമതാണ്? ഇനി ബിസിനസ് സെൻട്രിക്കിൽ കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട്? ഇനി അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് A+ വന്നില്ലേ, അതുപോലെയാണ്. അതുപോലല്ലേ സർ? റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം 596 മാർക്ക് 600-ൽ കിട്ടുന്ന ഒരാൾക്ക് 1ാം റാങ്ക് എന്ന് പറയുന്നു. A+ എന്ന് പറയുമ്പോൾ അതല്ല, 90% എബോവ് വരുന്ന എല്ലാം A+ ആയിട്ടാണ് കൂടുന്നത്. അങ്ങനെ ഒന്ന് പറയട്ടെ, ഈ സ്റ്റേറ്റ് കേരളം 1ാമതെത്തി എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് കാണിക്കൂ. അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മനസ്സിലാകാനിടയില്ല. കഴിഞ്ഞ ഞാൻ പറയട്ടെ, ജെഎൻയുലൊക്കെ പഠിച്ചതല്ലേ? ഞാൻ പറയാം, ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ, ഏത് ചോദ്യം വേണേ ചോദിച്ചോളൂ. ഇനി എന്താണ് ഈ 4 കാറ്റഗറി ആണല്ലോ: ടോപ്പ് അച്ചീവർ, അച്ചീവർ, ആസ്പിരന്റ്, എമർജിങ്. ടോപ്പ് അച്ചീവർ എന്ന് പറഞ്ഞാൽ 95% +. വെറുതെ എടുത്ത വിക്കിപീഡിയ നോക്ക്. ഇത് നിങ്ങൾ നോക്ക്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലല്ലോ ഈ വിക്കിപീഡിയ എന്ന് പറയും. വിക്കിപീഡിയയില് ആർക്കും എഡിറ്റ് ചെയ്യാം. അതുകൊണ്ട് വിക്കിപീഡിയ നോക്കൂന്ന് പറയരുത്. വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത്. അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത്. വിക്കിപീഡിയ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റാണല്ലോ ഉദ്ധരിച്ചത്. അങ്ങക്ക് അങ്ങ് മറ്റ് സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണല്ലോ. അപ്പൊ ആമ്പലയ്ക്ക് കഴിഞ്ഞുകൊണ്ട് കിട്ടിയത് എന്താ? ഇതിനകത്തുണ്ടല്ലോ നമുക്ക് ഇത് ഞങ്ങൾ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ. ഈ സിറ്റിസൺ സെൻട്രിക്കും, ഞാൻ പറയട്ടെ, സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കും ചേരുന്നതാണ് BRAP. ഈ BRAP അതെ ഞാൻ നേരത്തെ പറഞ്ഞത്, മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകാവുന്ന ലളിതമായി ഞാൻ പറഞ്ഞു. ഒരാൾക്ക് 9 A+ കിട്ടി, 95%. SSLCക്ക് 9 A+ കിട്ടി. അപ്പൊ അതിൽ 7 സോഷ്യൽ സ്റ്റഡീസിനല്ലേ, 2 സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. കഴിഞ്ഞ തവണ അങ്ങനെ അല്ലെങ്കിലോ? അത് നമ്മുടെ സൈറ്റിലുണ്ടല്ലോ. 7 സിറ്റിസൺ സെൻട്രിക്, 2 ഞാൻ വസ്തുത 7 സിറ്റിസൺ സെൻട്രിക്, 7 സിറ്റിസൺ സെൻട്രിക്. അതിനിപ്പോ എന്താ കുഴപ്പം? അദ്ദേഹം പറഞ്ഞല്ലോ 2. ഇനിയിപ്പോ ഇതിനകത്ത് വഴങ്ങുന്നില്ല സാർ. ഇവര് രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ്. നിങ്ങൾ കേരള വിരുദ്ധരാണ്, ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഞാൻ പറഞ്ഞു തീർക്കട്ടെ സാർ. ഇനിയിപ്പോ ശ്രീ ചാണ്ടി നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും പോയിരുന്നു ബഹളം സാർ. ആന്ധ്രാപ്രദേശിൽ ഞാനിവിടെ പറഞ്ഞല്ലോ, റോജി, നിങ്ങൾ എത്ര ചോദിച്ചാലും വസ്തുത ആയിരിക്കുമല്ലോ.